നമസ്കാരം, ഞാൻ ഡോക്ടർ അതുൽ വ്യാസ്. ഞാൻ ട്രിവാൻഡ്രം കിംസ് ഹെൽത്ത് ഹോസ്പിറ്റലിലെ ജെറിയാട്രിഷ്യനായി വർക്ക് ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് മുതിർന്നവരിലെ ന്യൂമോണിയയെ പറ്റിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് തന്നെ കോവിഡ് വന്നു പോയതുകൊണ്ട് മിക്കവർക്കും ന്യൂമോണിയ എന്താണെന്ന് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഞാൻ ഒന്നുകൂടെ ഒരു ബ്രീഫ് ഔട്ട്ലൈൻ തരാം എന്താണ് ന്യൂമോണിയ എന്നുള്ളത്. ന്യൂമോണിയ എന്ന് പറയുന്നത് ബേസിക്കലി ലങ്സിൽ വരുന്ന ഏതൊരു ഇൻഫെക്ഷനും നമ്മൾ ന്യൂമോണിയ എന്ന് വിളിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ബാക്ടീരിയ ആവാം, അല്ലെങ്കിൽ വൈറസ് ആവാം, ചില കേസിൽ ഫംഗസ് വരെ ആവാം. അപ്പോൾ ഈ ന്യൂമോണിയ ബാധിച്ച ഒരു വ്യക്തി ടിപ്പിക്കലായിട്ട് നമ്മൾ കാണിക്കുന്ന സിംറ്റംസ് എന്താണെന്ന് വെച്ചാൽ ചുമയുണ്ടാകും, അത് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും, കൂടെ ഫീവറും കാണാറുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം മുതിർന്നവരിൽ അല്ലെങ്കിൽ പ്രായമായവരിൽ കാണുന്ന സിംറ്റംസുമായിട്ട് വ്യത്യാസമുണ്ട്. മുതിർന്നവരിൽ പലപ്പോഴും ഈ പറഞ്ഞ പോലെ ടിപ്പിക്കൽ ഫീച്ചേഴ്സ്, അതായത് ശ്വാസതടസ്സം, ചുമ ഇതായിട്ട് വരണമെന്ന് നിർബന്ധമില്ല. മറിച്ച് നമ്മൾ പലപ്പോഴും കാണാറുള്ളത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇവന് സിമ്പിളായിട്ടുള്ള സട്ടിലായിട്ടുള്ള സിംറ്റംസ്. ഫോർ എക്സാമ്പിൾ, ഈ ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ക്ഷീണം, അല്ലെങ്കിൽ ഓർമ്മക്കുറവായിട്ട് വരാം, ഇല്ലെങ്കിൽ ചെറിയ ബോധോദയത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങളായിട്ടും വരാം. അതിനെ നമ്മൾ ഡിലീറിയം എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഈ സിംറ്റംസ് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ മുതിർന്നവരിൽ ന്യൂമോണിയ ഡിറ്റക്റ്റ് ചെയ്യുന്നത് തന്നെ വളരെ പാടാണ്. പലപ്പോഴും അത് ഒരുപാട് അഡ്വാൻസ് ചെയ്തിട്ട് ഈ ബ്ലഡിൻ്റെ ഓക്സിജൻ സാച്ചുറേഷനൊക്കെ ഒരുപാട് കുറയുകയും, അല്ലെങ്കിൽ അത് രക്തത്തിൽ ഇൻഫെക്ഷൻ പടർന്ന് സെപ്സിസ് ആവുകയും ആ അവസ്ഥയിലായിരിക്കും പലപ്പോഴും ആശുപത്രിയിൽ എത്തുക. അപ്പോൾ ഇതിൽ നമുക്ക് ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാം. ഫോർ എക്സാമ്പിൾ, മുതിർന്നവരിൽ എന്തായാലും അവർ പെർഫോം ചെയ്യുന്ന സാധാരണ അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യുന്ന അളവിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ, അതായത് ഇതുവരെ നല്ലോണം ജോലി ചെയ്തിരുന്ന ആൾ പെട്ടെന്ന് ഒരു ദിവസം ജോലി കുറഞ്ഞ് എപ്പോഴും ബെഡിൽ കിടക്കുക, അല്ലെങ്കിൽ ഇതുവരെ നല്ലോണം കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം കഴിപ്പ് കുറവാക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവരെ ഒന്ന് ചെക്കപ്പിന് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ഇത് കൂടാതെ ഫീവർ അല്ലെങ്കിൽ ചുമ, ഈ നേരത്തെ പറഞ്ഞു വരുന്നത് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ശ്വാസം മുട്ട്, ഇതിലേതെങ്കിലും നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായും അവരെ ഒരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഇത് കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഓൾറെഡി അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇപ്പോൾ എല്ലായിടത്തും സാമൂഹിക മാധ്യമങ്ങളിലെല്ലാവരും പറയുന്നുണ്ട് മാസ്കും നമ്മുടെ ഹാൻഡ് ഹൈജീനും. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എത്ര പറഞ്ഞാലും ഇറ്റ് വോണ്ട് ബി സ്ട്രെസ്ഡ് ഇനഫ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് മാസ്കും ഹാൻഡ് ഹൈജീനും. ഇത് കൂടാതെ നമുക്ക് എൽഡറിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വാക്സിനേഷൻ പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. ഈ വാക്സിനേഷൻ പ്രോഗ്രാമിനകത്ത് ഒരുപാട് വാക്സിൻസ് ഉണ്ട്. മെയിനായിട്ട് ഇതിനകത്ത് 5 വാക്സിനാണ് ഉള്ളത്. അതിൽ ആദ്യത്തേത് 2 റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ മാറ്റാനുള്ള വാക്സിനാണ്, അതായത് ഇൻഫ്ലുവൻസ വാക്സിൻ, ന്യൂമോകോക്കൽ വാക്സിൻ. പിന്നെ ഒരു വാക്സിൻ, ഓപ്ഷണൽ വാക്സിൻ, അതായത് കോവിഡ് വാക്സിനാണ്. അതെല്ലാ എൽഡർലി ആയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെയുള്ള വരുന്നത് വാരിസെല്ല വാക്സിൻ, TD വാക്സിൻ, അത് ടെറ്റനസിനെതിരെയുള്ളതാണ്. പിന്നെ ഷിംഗ്രിക്സ് എന്ന് പറയുന്നൊരു വാക്സിൻ, ബേസിക്കലി ഷിംഗിൾസ് എന്ന് പറയുന്ന രോഗത്തിനെതിരെയുള്ള വാക്സിൻസ്. അപ്പോൾ ഒരു മുതിർന്നവരാരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവർ ഈ പറഞ്ഞ വാക്സിൻസ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരെ ഈ വാക്സിനേഷൻ ഒരു വട്ടമെങ്കിലും എടുപ്പിക്കുക. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. താങ്ക് യു.